അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനൊരു സ്ഥലം വരെ പോകുന്നുണ്ട് ഒരാളെ കാണാനായിട്ട്. അപ്പൊ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഞാൻ വീഡിയോ ഇടാന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇന്നാണ് ആ വീഡിയോ. ഞാൻ എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഷുട്ടാപ്പിയും കൂടിയാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത് അയർക്കുന്നം പോകുന്ന റൂട്ടാണ്. അതായത് തിരുവഞ്ചൂരിൽ നിന്ന് നേരെ അയർക്കുന്നം പോകുന്ന റൂട്ട്. അപ്പൊ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ട് ഞാനും എന്റെ ഷുട്ടനും കൂടെ ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞ ആളെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് സ്ഥലങ്ങളൊക്കെ തൊള്ളു കേട്ടോ. അത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ നല്ല ഒന്നാന്തരം തിരക്കുള്ള റൂട്ട് തന്നെയായത് കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക്. എനിക്കിതൊരു 5-10 മിനിറ്റ് ഉള്ള യാത്രയുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഒക്കെ എടുത്തു തരുന്നത് സുട്ടനാണ്. അവനെ കാണിക്കണമെന്നോ പ്രത്യേകം പറഞ്ഞായിരുന്നു. ഞാൻ ആദ്യം അവനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പോയത് ഈ പള്ളിയിലോട്ടാണോ എന്നാരും വിചാരിക്കണ്ട. ഇത് ഞങ്ങളുടെ ഇടവക പള്ളിയാണ്. നല്ല സൂപ്പർ പള്ളിയൊക്കെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പൊന്നോ എന്തൊരു സ്റ്റെപ്പാണെന്നറിയാമോ. നല്ല സൂപ്പർ കയറ്റവാ. ഇതിന്റെ അപ്പുറത്ത് വേറെ വണ്ടി കയറുന്ന വഴിയുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ നിലവിൽ വന്ന സമയത്ത് ദൈവം അനുഗ്രഹിച്ച് അവിടെ പണിയാ കേട്ടോ. അത് കാരണം ഞാൻ ഇങ്ങനെ നടന്നു പോരേണ്ട അവസ്ഥയായിപ്പോയി. അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് നേരെ പള്ളിയുടെ അങ്ങോട്ട് വരായിരുന്നു. അപ്പൊ പള്ളി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് നല്ല ഒന്നാന്തരം ഒരു കുന്നും കയറ്റമുണ്ട് കേട്ടോ. നല്ല കാടല്ല, റബ്ബർ തോട്ടം. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ നടന്ന് കയറ്റമൊക്കെ കയറി പോവാണേ. നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ കുന്നും കയറ്റവും വലിയ പാടാ. എന്താണേലും ഞങ്ങൾ നടന്ന് ഞാൻ പറഞ്ഞ ആളുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എവിടെ വന്നതെന്ന്. ഞാൻ എൻ്റെ വലിയമ്മച്ചിയുടെ അടുത്തോട്ട് വന്നതാണ്. ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന സമയമുള്ള സമയത്തൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടം വരെ വന്നിട്ട് തിരിച്ചു പോകാറുള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഷുട്ടനുമായിട്ട് ഇവിടെ വന്നിട്ട് കുറച്ചായിരുന്നേ. ഞങ്ങൾ ലാസ്റ്റ് വന്നത് ഞാനും ചേച്ചിയും കൂടെ വന്നു പോവായിരുന്നേ. അവൾക്ക് തിരിച്ചു പോകേണ്ടത് കാരണം അവൾ വന്ന സമയത്ത് അവളെ കൂട്ടിയിട്ട് വന്നിട്ട് അങ്ങ് പോയതേ ഉള്ളായിരുന്നു. അന്നേരം പിള്ളേരെ ആരും കൊണ്ടുവന്നില്ലായിരുന്നേ. അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം വന്ന് കുറച്ചു നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു ഇവിടെ ഇരുന്ന് കാര്യങ്ങളും കഥകളും ഒക്കെ ഒന്ന് സംസാരിച്ചിട്ട് തിരിച്ചങ്ങ് പോയേ. ഒത്തിരി സമയം ഇരുന്നില്ല, കുറച്ച് സമയം ഇരുന്നുള്ളൂ. കാരണം നല്ല സൂപ്പർ വെയിലായിരുന്നു. പിന്നെ അത് മാത്രമല്ല പെങ്കൊച്ചിനെ ഞാൻ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ടാണ് വന്നത്. അത് കാരണം പിന്നെ വന്നിട്ട് അങ്ങ് തിരിച്ചു പോയി. എന്തൊരു ശൂന്യത, എന്തൊരു ശാന്ത, എന്തൊരു സുന്ദരമല്ലേ. ആരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുമില്ല, പ്രശ്നവുമില്ല, വൈരാഗ്യമില്ല, ദേഷ്യവുമില്ല, ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇത് വല്ലതും ആലോചിക്കുമോ അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും പ്രശ്നങ്ങളും ദേഷ്യവും എന്തൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർക്ക്. ഇതെല്ലാം ഇവിടെ തീരാനുള്ളതാണെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിലോട്ട് സത്യത്തിൽ വരത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഞങ്ങൾ കഥകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇരുന്നിരുന്നൊന്നുമല്ല, ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് അത്രേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പൊ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ട് കേട്ടോ തിരിച്ചിങ്ങ്. കാരണം വെയിൽ കാരണം നിക്കക്കള്ളി ഇല്ലായിരുന്നേ. തിരിച്ചാണേലും അതുപോലെ നടക്കാനും ഉണ്ട്. അപ്പൊ എന്താണേലും അവിടുന്ന് തിരിച്ചിറങ്ങി നടന്ന് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോരുവാണ്. നിങ്ങൾ ഓർക്കുമായിരിക്കും ദൈവമേ ഇവക്ക് ഇവിടം വരെ വരാനാണ് വലിയ കാര്യത്തിൽ വീഡിയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇത് കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം ഇടയ്ക്ക് ഇതുപോലെ നമ്മളെ വിട്ടുപോയവരുടെ അടുത്തൊന്ന് ചെന്ന് ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോരുന്നതും അല്ലെ മനസ്സിലിടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നതും അതൊക്കെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.